ജോജോ ജോസഫ്, അതേപോലെ തന്നെ ഷോൺ ജോർജ് തുടങ്ങിയ നിരവധി മലയാളി നേതാക്കന്മാർ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നിരവധി മലയാളി നേതാക്കന്മാർ വ്യത്യസ്ത കുടുംബയോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും ഗൃഹയോഗങ്ങളിലും പങ്കെടുക്കുകയുണ്ടായി. ഒരുപക്ഷെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് മലയാളി വോട്ടർമാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്താനും BJPയുടെ വിജയം ഉറപ്പുവരുത്താനും വേണ്ടി പരസ്യമായിട്ട് രംഗത്തിറങ്ങുന്നത്. മാത്രമല്ല, മലയാളികൾ, ഞാൻ കണ്ടിടത്തോളം മലയാളികൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി രംഗത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ആസൂത്രിതമായ പ്രവർത്തനം നടത്തുന്നത് ഡൽഹിയിൽ എവിടെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഡൽഹി രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമാണ് മലയാളികൾ BJPയോടൊപ്പം ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് അണിനിരക്കുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് കേന്ദ്ര ധനമന്ത്രി ലോകസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഈ കേന്ദ്ര ബജറ്റ് കേരളത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് പരിശോധിക്കാനും പഠിക്കാനും ഉന്നതാധികാര സമിതിയെ അടിയന്തരമായി നിശ്ചയിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചത്. മാത്രമല്ല, പാവപ്പെട്ടവർക്കും അതേപോലെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, ഈ വിഭാഗങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സമ്പൂർണമായ വികസനത്തിനും അതുപോലെ ജനക്ഷേമത്തിനും ഉതകുന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിനെ സംബന്ധിച്ച് ഈ ബജറ്റ് എല്ലാ മേഖലയിലും ഗുണം ചെയ്യും. കാരണം കാർഷിക മേഖലയിൽ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും വിവിധ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഈ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതോടൊപ്പം സ്റ്റാർട്ടപ്പുകളും സ്റ്റാൻഡപ്പുകളും പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പദ്ധതികളുടെ പ്രഖ്യാപനം ഈ ബജറ്റിൽ കാണാൻ സാധിക്കും. ഇത് കേരളത്തിൽ സമ്പൂർണ്ണ വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഇത് കേരളത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും, കേരളത്തിൽ ഈ വികസനത്തിന് എങ്ങനെയാണത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക, കേരളത്തിൽ രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും, ഇതിനെല്ലാം സംബന്ധിച്ച് പരിശോധിക്കാനും പഠിക്കാനും കേരള സർക്കാർ അടിയന്തരമായും ഉന്നതാധികാര സമിതിയെ നിശ്ചയിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അത് തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയിരിക്കുകയാണ്, കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ തുറന്ന സംവാദവും ചർച്ചയും ആവശ്യമാണ്. കാരണം ഇന്നലെ നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞത്, DA കൊടുക്കുന്നത് അവിടെ ഇരിക്കട്ടെ, ശമ്പളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അത്രമാത്രം പരിതാപകരമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. 4.25 ലക്ഷം കോടിയിലേക്ക് കടം എത്തി നിൽക്കുകയാണ്. കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത്. അംഗനവാടിയിൽ പോലും പാല് കൊടുക്കാൻ പൈസയില്ല. ഉച്ചക്കഞ്ഞി ഇപ്പോൾ നിർത്തിവെക്കാൻ വേണ്ടി പോവുകയാണ്. റേഷൻ ഷോപ്പ് അടച്ചുപൂട്ടുന്നു. ആശുപത്രികളൊന്നും മരുന്നില്ല. ഇങ്ങനെ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. അതുകൊണ്ട് കേരള മോഡൽ എന്നുള്ള ഈ പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിന് പകരം ഈ തകരുന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കേരളത്തിലാകമാനം ഒരു ചർച്ച നടക്കേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഇത്തരമൊരു സംവാദത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. ഈ ബജറ്റ് വന്നതിന് ശേഷം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്.
പിന്നോക്ക വിഭാഗത്തിൽ കേരളത്തിനെ പെടുത്തട്ടെ, എന്നാൽ ഇപ്പോൾ നിലവിൽ അതൊക്കെയാണ് പരിഗണിച്ചു വരുന്നത്. ആ വിഭാഗത്തിൽ പെടുത്തിയാൽ കേരളത്തിന് ലഭിക്കുമെന്ന് അങ്ങനെ ഒരു മാനദണ്ഡം ബജറ്റിലുണ്ട്? അല്ല, ഈ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടല്ല. നമ്മുടെ കേന്ദ്രത്തിൻ്റെ വിഹിതം, കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം, ഇതിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേന്ദ്ര നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കുന്നതും. അതിനെക്കുറിച്ചാണ്, ആ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയതൊന്നും ഭാരതീയ ജനതാ പാർട്ടിയല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടാക്കിയ മാനദണ്ഡങ്ങളാണ്. അത് ചിലത് പരിഷ്കരിച്ചിട്ടുണ്ട്. BJPയുടെ കാലത്ത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. 14-ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശം കൂടുതൽ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുള്ള 14-ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശം പൂർണ്ണമായും നരേന്ദ്രമോദി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം 2004 to 2014 46,000 കോടിയാണ് കേന്ദ്രവിഹിതം കേരളത്തിന് നൽകിയതെങ്കിൽ 2014 മുതൽ 24 വരെയുള്ള 10 വർഷക്കാലം 1,24,000 കോടി രൂപ കേരളത്തിന് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ സംവാദത്തിൽ ഞങ്ങളുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇക്കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഈ സംവാദത്തിൽ കേന്ദ്രം അവഗണിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം കേരളത്തിന് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം നൽകിയത് ഏത് ഗവൺമെൻറ്റാണ്? കൂടുതൽ ധനസഹായം നൽകിയത് ഏത് ഗവൺമെൻറ്റാണ്? കൂടുതൽ പരിഗണന നൽകിയ ഏത് ഗവൺമെൻറ്റാണെന്ന് തുറന്ന ചർച്ചയിലൂടെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് ഈ സംവാദം സംഘടിപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടത്. കേരളം പിന്നാക്കമാണെന്നൊരു കേന്ദ്രമന്ത്രി പറയുന്നത് അതിന്റെ പശ്ചാത്തല നികുതി വിഹിതമായിരുന്നില്ല. ആ മറുപടി കാലാകാലങ്ങളായി കേരളത്തിന് ലഭിക്കേണ്ട പദ്ധതികൾ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയ പ്രസ്താവന. അതായത് ഇപ്പോൾ നിലവിൽ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് പരിഗണന നൽകുന്നത്. കേരളം അങ്ങനെ പ്രഖ്യാപിക്കട്ടെ, വിദ്യാഭ്യാസമില്ല, വീടില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കട്ടെ, എന്നാൽ പരിഗണിക്കാം. അത് ശരിയാണ്. ഞാനീ പറഞ്ഞതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം. നിങ്ങളീ പറഞ്ഞതുണ്ടല്ലോ, അത് തന്നെയാണ് കേന്ദ്ര വിഹിതം അത് സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ചുള്ളത്. അത് നല്ല ലളിതമായ ഭാഷയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞെന്നേയുള്ളൂ. ജോർജ് കുര്യൻ എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ചും കേരളത്തിൽ ഒരു വിശദമായ സംവാദം, ചർച്ച നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ തകർച്ച, സാമ്പത്തിക രംഗത്ത് നമ്മുടെ അരാജകത്വം, നമ്മുടെ സർക്കാർ കാണിക്കുന്ന കെടുകാര്യസ്ഥത, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ച കേരളത്തിൽ നടക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സംശയം, നമ്മൾ ഈ വിദ്യാഭ്യാസം, ആരോഗ്യം, നമ്മൾ ഈ ധനകാര്യ സ്ഥിതിയിൽ അത് മാറ്റി നിർത്തി വിദ്യാഭ്യാസം, ആരോഗ്യം നിർത്തിയ കേരളം പോലൊരു സംസ്ഥാനമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനം അല്ലെങ്കിൽ എന്താണ് ആ കാര്യത്തിൽ ഒരു ന്യായീകരണമായിട്ട് പറയാൻ പറ്റുന്നത്? അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്താണ് ഇത് പറയേണ്ടത്. ഏതായാലും ഇത്തവണ ഈ വിദ്യാഭ്യാസ മേഖലക്ക്, ആരോഗ്യ മേഖലക്ക് കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 9 മുതൽ 12% വരെ തുക അധികം വക കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വികസനത്തിലും ജനക്ഷേമത്തിലും യാതൊരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പറയുന്ന ആരോഗ്യ മേഖലയിൽ ഇപ്പം നമ്മുടെ 36 അത്യാവശ്യ മരുന്നുകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ 6 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ പരിശോധന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ആരോഗ്യ മേഖല, നിരവധി പദ്ധതികളാണ് ഈ ബജറ്റിലുള്ളത്. MSMEയെ സംബന്ധിച്ച് വലിയ പ്രോത്സാഹനമാണ് ഈ ഗവൺമെൻറ് നൽകുന്നത്. നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഏറ്റവും അധികം സാധിക്കുക ഈ മേഖലയിലാണ്. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഇതേവരെ നൽകാത്ത പരിഗണനയും പ്രോത്സാഹനവുമാണ് ഈ ബഡ്ജറ്റ് നൽകിയത്. ഇത് കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കന്മാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ സ്ത്രീകളെ വ്യവസായ സംരംഭകരാക്കാൻ വേണ്ടിയിട്ട് 2 കോടിയുടെ വായ്പയാണ് ഗവൺമെൻറ് നൽകുന്നത്. ഇതെല്ലാം അതെങ്ങനെ കേരളത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും? മാത്രമല്ല, സമുദ്രോൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ ഭാരതത്തിൻ്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതി ഇതിലുണ്ട്. ഒന്ന്, കളിപ്പാട്ട നിർമ്മാണം മുതൽ കപ്പൽ നിർമ്മാണം വരെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി നിർദ്ദേശങ്ങളുണ്ട്. കളിപ്പാട്ട നിർമ്മാണത്തിനും കപ്പൽ നിർമ്മാണത്തിനും കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ അതേപോലെ തന്നെ മാരിടൈം അതിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് വലിയ തുകയാണ് നീക്കിവെച്ചത്. ഇതൊക്കെ കേരളത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന. അതുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയെല്ലാം വിടുവായത്തം നടത്തുന്നതിന് പകരം എന്തെങ്കിലും ഭാവാത്മകമായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന അതുപോലെ കേരളത്തിന് പ്രയോജനകരമാകുന്ന എന്തെങ്കിലും നീക്കങ്ങൾ നടത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി IND സഖ്യം ഏതായാലും ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അടിയന്തരമായിട്ടും പ്രതിപക്ഷ നേതാവിനെ ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം അവരോധിക്കണം. കാരണം ഇനി കേരളത്തിൽ UDF കോൺഗ്രസ് ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മുഖ്യമന്ത്രിക്ക് ആലവട്ടം ബെഞ്ചാമിനും വീശുന്ന പണിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റേതെന്ന് ഇപ്പം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ദേശീയ ജനാധിപത്യ സഖ്യം മാത്രം. ഒരു കാര്യം കൂടെ, അതായത് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ബജറ്റിൽ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട് ആ രീതിയിൽ തന്നെയാണോ വ്യക്തമാക്കുന്നത്? അല്ല, ബജറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിച്ചത്. അതായത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം നൽകുന്നതിന് അവിടെയാണല്ലോ ചർച്ച ഇപ്പോൾ നടക്കുന്നത്. അതായത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഭരണകക്ഷിയായിട്ട് LDFും പ്രതിപക്ഷമായ UDFും ഉന്നയിക്കുന്നത് നമ്മുടെ കേന്ദ്രവിഹിതം കുറഞ്ഞുപോയി, കേന്ദ്രം കേരളത്തിന് പണം നൽകുന്നില്ല, കേന്ദ്രം കേരളത്തിന് അവകാശങ്ങൾ നിഷേധിക്കുന്നു. ഇതാണ് ഇരുകൂട്ടരും പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന്. ഞങ്ങൾ VD സതീശനോട് പറയുന്നു, നിങ്ങളെ ഗവൺമെൻറ് എത്രയാണ് കൊടുത്തത്? 2004 മുതൽ 2014 വരെ 46,000 കോടി കൊടുത്ത അത് കോൺഗ്രസ്. ഞങ്ങൾ 1,00,000 ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, അതിന് 4 മടങ്ങോളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ട്രൈബൽ മന്ത്രിയാകേണ്ടത് ഉന്നതകുല ജാതനാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് യോജിപ്പാണോ വിയോജിപ്പാണോ? അല്ല, ഇതൊക്കെ നിങ്ങൾ ഇന്നലെ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചതാണ്. അദ്ദേഹം അതിന് ഉത്തരവും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ 2 കാര്യമാണ് മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചത്. ഒന്ന്, നമ്മുടെ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളെല്ലാം വന്നത് ഞങ്ങൾ ആ പ്രചരണത്തിന്റെ ഭാഗം ഈ ഡൽഹിയിലുള്ള ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ പോലും സുരേഷ് ഗോപിയുടെ ഈ ഒരു പരാമർശം ചർച്ചയാക്കുന്നുണ്ട്. ഈ നൂറ്റാണ്ടിലും ആ വാക്ക് ഉന്നതകുല ജാതർ എന്ന് ഉപയോഗിക്കുന്നതിന്റെ യുക്തിയാണ് ഞാൻ പറഞ്ഞത്. അതിനോട് യോജിപ്പാണോ വിയോജിപ്പാണോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനെ സംബന്ധിച്ച് നിങ്ങളുമായി ചിലത് പങ്കുവെക്കണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. 2, കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രസക്തമായ ചോദ്യമാണിത്. വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാക്കേജ് അത് ബജറ്റിലല്ല പ്രഖ്യാപിക്കേണ്ടത്. അത് ബജറ്റ് കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കാവുന്നതാണ്. ഏതായാലും വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കേരള സർക്കാരുമായിട്ട് ചില ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന് ചില പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള വാഗ്ദാനം അത് പാലിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഇത് ബജറ്റിലല്ല പ്രഖ്യാപിക്കേണ്ടത്,
ബജറ്റിന് പുറത്താണ് പ്രഖ്യാപിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് ജോർജ് കുര്യൻ പറഞ്ഞതിനെ ലളിതമായി ന്യായീകരിച്ചും സുരേഷ് ഗോപി പറഞ്ഞതിനോട് പ്രതികരിക്കാതെയും എന്ന് പറയാം. അല്ല, ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ച് ഇന്നലെ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വാക്ക് അത് എത്രത്തോളം ബാധിച്ചു എന്നത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടായിരിക്കണം വൈകിട്ട് പ്രസ്താവന പിൻവലിച്ചത്. ഇതിൽ നമുക്കറിയേണ്ടത് എന്താണ് BJP. അപ്പോൾ ഇപ്പം വളരെ കൃത്യമായി ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിന് ഉത്തരവും പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു. ഇനി ഞാൻ പിന്നീട് അതിന് ശേഷം ഇനി എന്താ ഞാൻ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അതിനെക്കുറിച്ചുള്ള അദ്ദേഹം അഭിപ്രായ പ്രകടനം. കേന്ദ്ര ട്രൈബൽ മിനിസ്ട്രിയിൽ ഇരിക്കുന്നത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. അപ്പോൾ അവരെ അടക്കം തള്ളിപ്പറയുന്ന രീതിയിലല്ലേ ആ പ്രസ്താവന? ഇതിനെ സംബന്ധിച്ച് അടക്കം സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ഇത് വളച്ചൊടിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊരു അല്ലല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നും പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അഭിപ്രായം എന്താണെന്നും അയാൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എനിക്കൊരു അഭിപ്രായം അക്കാര്യത്തെക്കുറിച്ചില്ല. അല്ല, ഇതിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞതിനപ്പുറത്ത് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും ധൈര്യത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു വരിക.